പ്രിയ സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ ധ്യാന വിഷയം. ഈ സുവിശേഷ ഭാഗത്തിൽ കർത്താവായ യേശു മുന്നിൽ വയ്ക്കുന്ന ധനവാനും ലാസറും തമ്മിലുള്ള കഥ നമ്മുടെ കണ്ണുകൾ തുറക്കുന്ന മഹത്തായ ഒരു സന്ദേശമാണ്. ധനവാൻ സുഖസൗകര്യങ്ങളിൽ മുഴുകി ജീവിച്ചു. ലോകത്തിലെ ഐശ്വര്യവും വിഭവങ്ങളും അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിരുന്നു. എന്നാൽ അവൻ്റെ വീട്ടുവാതിക്കൽ വിശപ്പും വ്രണങ്ങളുമായി കിടന്നിരുന്ന ലാസറെ അവൻ കാണാതെ പോയി. സഹോദരങ്ങളെ, ഇന്നത്തെ കാലത്തും ഇതേ കഥ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. നമ്മുടെ ഈ ലോകം ആഡംബരത്തിലും സ്ഥാനമോഹങ്ങളിലും വസ്തുസമ്പാദ്യത്തിലും മുങ്ങിക്കിടക്കുമ്പോൾ പുറത്ത് വിശപ്പിനും രോഗത്തിനും ഇരയായ സഹോദരങ്ങളെ ആരും കാണാതെ പോകുന്നു. നമ്മളും കാണുന്നില്ല. സോഷ്യൽ മീഡിയയിലും ഉപഭോഗത്തിലും മുഴുകിക്കിടക്കുന്ന മനുഷ്യൻ യഥാർത്ഥ വേദനകളെയും കരച്ചിലുകളെയും അവഗണിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവായ യേശു നമ്മോട് പഠിപ്പിക്കുന്നത് വളരെ വ്യക്തമായ ഒരു ലെസനാണ്. ദൈവത്തിന് മുൻപിൽ നമ്മുടെ പണവും അധികാരവും സ്ഥാനവും ഒന്നും വിലപ്പെട്ടതല്ല. അതെല്ലാം ദൈവം നമുക്ക് നൽകിയതാണ്. മറ്റുള്ളവർക്ക് കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് നൽകിയിരിക്കുന്ന കഴിവുകൾ മറ്റുള്ളവർക്ക് കൂടെ ചേർത്ത് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്തുകൊണ്ട്? മറ്റുള്ളവരെ കൂടെ കരുതാൻ. അതല്ല നമ്മൾ മറ്റൊരാളിൽ കണ്ണീരൊപ്പാതെ വിശപ്പടക്കാതെ കൈത്താങ്ങാതെ ജീവിച്ചു കഴിഞ്ഞാൽ അത് ദൈവം തന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നേരെയുള്ള നമ്മളുടെ വലിയൊരു മുറവിളിയാണ്, ഒരു യുദ്ധവിളി തന്നെയാണ്. മറിച്ച് നാം മറ്റൊരാളുടെ കണ്ണീരൊപ്പുകയോ വിശപ്പടക്കുകയോ കൈത്താങ്ങാകുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ശാശ്വതമാകാനുള്ള തീരുമാനം നാം കൈക്കൊള്ളുന്നു. മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാത്തവർക്ക് മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റാലും വിശ്വാസമുണ്ടാകുകയില്ല എന്ന് അബ്രഹാം പറയുന്നത് പോലെ ഇന്നും ദൈവവചനം നമ്മുടെ മുൻപിലുണ്ട്. അത് കേട്ടും ജീവിച്ചും അല്ലെങ്കിൽ വസ്തുവൽക്കരണത്തിൻ്റെ ഇരുട്ടിൽ കഴിയുന്നവർ ഒരിക്കൽ ധനവാനെ പോലെ വൈകിയുള്ള ഒരു തിരിച്ചറിവിൽ മാത്രമേ എത്തുകയുള്ളൂ. അത് വല്ലാണ്ട് വൈകിപ്പോകും. അതിനാൽ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ കരുണയുടെ കരങ്ങളായി ജീവിക്കുക മാത്രമാണ് നിത്യജീവിതത്തിൻ്റെ പ്രകാശത്തിലേക്കുള്ള വഴിയെന്ന് നാം തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ സാക്ഷികളായി ജീവിക്കണം.